മലയാളികൾക്കായി വളരെ ഉപകാരപ്രദമായ നിരവധി മലയാളം ഫീച്ചറുകൾ ഫേസ്ബുക്കിനകത്തുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാത്തത് കൊണ്ട് തന്നെ ഇത്രയും ഉപകാരപ്രദമായ മലയാളം ഫീച്ചറുകൾ നമ്മൾ ഫേസ്ബുക്കിനകത്ത് ഉപയോഗിക്കാറില്ല. അതിപ്പം നമ്മൾ ഫേസ്ബുക്കിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നത് മുതൽ നമുക്ക് വരുന്ന കണ്ടൻറ്റുകളുടെ ക്യാപ്ഷൻ തൊട്ട് കമൻറ്റ് ബോക്സിൽ പോലും നിരവധി മലയാളം ഫീച്ചറുകൾ നമുക്ക് ഫേസ്ബുക്കിനകത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ മലയാളികൾക്കായിട്ട് ഫേസ്ബുക്ക് നൽകുന്ന ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മലയാളികൾക്ക് മാത്രമായിട്ടുള്ള ഫീച്ചറൊന്നുമല്ല. ഓരോ ഭാഷക്കാർക്കും അവരുടെ ഭാഷയിൽ ഈ ഉള്ള ഓപ്ഷനൊക്കെ അവർക്ക് ഫേസ്ബുക്കിനകത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ മലയാളികൾക്കായിട്ട് ഫേസ്ബുക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള ഫീച്ചറുകളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പോസ്റ്റ് ചെയ്യുമ്പോഴുള്ള മലയാളം ഓപ്ഷനാണ് പറഞ്ഞു തരുന്നത്. ഇതറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഈ ഓപ്ഷൻ പറയുന്നത്. ശേഷം സെറ്റിങ്സിനകത്ത് ഒരുപാട് മലയാളം ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫേസ്ബുക്കിനകത്ത് നമ്മൾ ഫോട്ടോ, വീഡിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഒക്കെ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപ്ഷൻ കൃത്യമായിട്ട് എഴുതാൻ അറിയില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ എഴുതിയത് ഞാൻ പോവുകയാണ് ബാംഗ്ലൂരിൽ കാണാൻ പോയിട്ട് വന്നിട്ട്, അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ ഒരു പ്രൊഫഷണലായിട്ടൊന്ന് എഴുതാൻ അറിയില്ലെങ്കിൽ നമുക്ക് എന്താണ് എഴുതേണ്ടത്, അത് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഹെൽപ്പ് മീ റൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഫേസ്ബുക്കിനകത്തെ മെറ്റ AI അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി എഴുതാൻ നമുക്ക് സഹായിക്കുന്നതാണ്. ഇപ്പോൾ അല്പസമയം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് കാണാം, ഞാൻ എഴുതിയതിലും മെച്ചപ്പെടുത്തിയിട്ട് എനിക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്, പോയി വന്നതിന് ശേഷം കാണാം ഈ 4ൽ ഏതാണ് നമുക്ക് ബെറ്ററായി തോന്നുന്നത് അത് സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫോട്ടോനാണോ വീഡിയോനാണോ അല്ല അങ്ങനെ തന്നെയാണോ പോസ്റ്റ് ചെയ്യേണ്ടത് അത് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഞാൻ മറ്റൊന്ന് കാണിച്ചു തരാം. തിങ്കളാഴ്ച 3:30 പരിപാടി, എല്ലാവരും വരണം കേട്ടോ എന്ന ഈ ഒരു മാറ്റർ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് എഴുതണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ താഴെയുള്ള ഓപ്ഷൻ ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ പ്രൊഫഷണൽ എന്ന് പറയുന്നത് തന്നെ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എഴുതിയ കാര്യം കുറച്ചുകൂടി പ്രൊഫഷണലായി ഇത് എഴുതി തരുന്നതാണ്. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ തിങ്കളാഴ്ച 3:30 പരിപാടി നടക്കും, അതിനെല്ലാവരും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. വളരെ വൃത്തിയായിട്ട് അത് എഴുതാൻ സഹായിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് തരത്തിൽ നമ്മൾ എഴുതിയ കാര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട ഓപ്ഷൻ ഇവിടെ താഴെയുണ്ട്. പിന്നെ മലയാളം മെറ്റ AIയിൽ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വാരി എഴുതിയാൽ ചിലപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് വർക്ക് ചെയ്യില്ല. എങ്കിലും ഇപ്പോൾ ചെറിയ ക്യാപ്ഷനൊക്കെ വളരെ വൃത്തിയായിട്ട് അത് കൺവേർട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇനി നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ട കാര്യം ഡയറക്റ്റ് ഫേസ്ബുക്കിൻ്റെ ക്രിയേറ്റ് പോസ്റ്റിനകത്ത് നിന്ന് തന്നെ മലയാളത്തിൽ എഴുതി ജനറേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട കാര്യം എന്താണ്, എന്ത് ചിത്രമാണ് വേണ്ടത്, അത് വളരെ ലളിതമായിട്ട് കൃത്യമായിട്ട് മലയാളത്തിൽ എഴുതണം. മലയാളത്തിന് പരിമിതിയുണ്ട്. അങ്ങനെ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് AI ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആദ്യം ഇതിൽ ഇംഗ്ലീഷ് മാത്രമേ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇപ്പം മലയാളത്തിൽ എഴുതിയാലും നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ഇമേജ് കൊടുക്കുകയാണ്. ഞാൻ എഴുതിയ മാറ്ററിനനുസരിച്ചിട്ടുള്ള മനോഹരമായ ഗുഡ് മോർണിംഗ് പോസ്റ്റ് നിർമ്മിച്ച് ലഭിച്ചിട്ടുണ്ട്. 4 സജഷൻ ലഭിക്കുന്നതിൽ ഏത് ചിത്രമാണ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടത് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഗൂഗിളിലൊന്നും ചിത്രം ഇമേജ് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. വേണ്ട കാര്യം മലയാളത്തിൽ എഴുതിയിട്ട് ഇതുപോലെ പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഫേസ്ബുക്കിലെ സെറ്റിങ്സിനകത്തുള്ള വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് മലയാളം ഫീച്ചറുകൾ പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് വലതുഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ ഐക്കൺ അല്ലെങ്കിൽ അവിടെ 3 ലൈൻസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെറ്റിങ്സിൻ്റെ ഗിയർ ഐക്കൺ കിട്ടും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സ് ഓപ്പൺ ആകുന്നതാണ്. ഇനി അല്പം താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് ആൻഡ് റീജിയൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതിനകത്ത് ഞാൻ ഒരുപാട് സ്ഥലത്ത് മലയാളം സെലക്ട് ചെയ്തത് കാണാം. ഇതിനകത്തെ റീജിയൻ ഫോർമാറ്റിൻ്റെ വലതുഭാഗത്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഓൾറെഡി മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് മലയാളം സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് മുകളിൽ സെർച്ച് ബാറിൽ മലയാളം സെർച്ച് ചെയ്താൽ മലയാളം ഓപ്ഷൻ കിട്ടുന്നതാണ്. ജസ്റ്റ് അത് സെലക്ട് ചെയ്തെടുക്കുക. ഇനി രണ്ടാമത് നിങ്ങൾക്ക് പോസ്റ്റ് ഫ്രം ഫ്രണ്ട്സ് ആൻഡ് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ വലതുഭാഗത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിലും നിങ്ങൾ മലയാളം സെലക്ട് ചെയ്യുക. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് ദാറ്റ് യു എന്ന് തുടങ്ങുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ 2 ഭാഷ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷും മലയാളവും. നിങ്ങൾക്ക് മലയാളം മാത്രം മതിയെങ്കിൽ മലയാളം മാത്രം സെലക്ട് ചെയ്യുക, അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം, പിന്നീട് നിങ്ങൾ ഫേസ്ബുക്കൊക്കെ എക്സിറ്റ് പോയിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യണം കേട്ടോ.
പിന്നീട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ അന്യഭാഷ കമൻറ്റുകൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ സി ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നതാണ്. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഏത് ഭാഷയിലുള്ള കമൻറ്റുകളും നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന അന്യഭാഷ പോസ്റ്റ് ഉണ്ടാവില്ല, ഇപ്പോൾ ക്യാപ്ഷൻ മറ്റെന്തെങ്കിലും ഭാഷയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ സ്ക്രീനിൽ കാണാം. ഇതുപോലെ മറ്റുള്ള ഭാഷയിലുള്ളത് നമുക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കും. അത് ഏത് ഭാഷയായാലും നമുക്ക് ഓട്ടോമാറ്റിക്കലി മലയാളത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത ഉടനെ തന്നെ ഫേസ്ബുക്കിൻ്റെ എല്ലാ ഓപ്ഷനിലേക്കും ഇത് വരില്ല, വളരെ സാവധാനത്തിലേ വരികയുള്ളൂ. കാരണം ഫേസ്ബുക്ക് അങ്ങനെയാണ്, അപ്ഡേറ്റ് വരാൻ കുറച്ച് സമയമെടുക്കും. ഇതൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ കാത്തിരിക്കുക. ഓരോ ദിവസം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാം മലയാളത്തിലേക്ക് മാറുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫേസ്ബുക്ക് തന്നെ മലയാളത്തിലേക്ക് മാറ്റണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഫേസ്ബുക്കിനകത്തുണ്ട്. അതിനായിട്ട് നിങ്ങൾ നേരത്തെ എത്തതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്കിലെ വലതുഭാഗത്തുള്ള പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സിൻ്റെ ഗിയർ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലാംഗ്വേജ് ആൻഡ് റീജൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഇംഗ്ലീഷിലാണ് ഉണ്ടാകുക. അത് മാറ്റിയിട്ട് മലയാളം കൊടുക്കുന്ന സമയത്ത് കുറച്ച് സമയമെടുക്കും, കുറച്ച് സമയം ലോഡിങ് സമയമെടുക്കും. എന്നിട്ട് പിന്നീട് നിങ്ങൾ ഫേസ്ബുക്ക് എക്സിറ്റ് പോയിട്ട് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഫേസ്ബുക്ക് മൊത്തത്തിൽ മലയാളമാകുന്നതാണ്. ഫേസ്ബുക്കിൻ്റെ എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് ഇതുപോലെ മലയാളത്തിൽ വായിക്കാനും ഫേസ്ബുക്ക് തന്നെ മലയാളത്തിൽ ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം, അതുവരേക്കും ഗുഡ് ബൈ.